ഹായ് ജൂനിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജൂനിയർ ക്രോണിക്കിൾ. 608 ദിവസം സ്പേസിൽ കഴിഞ്ഞ ഇന്ത്യൻ വംശജയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? പറഞ്ഞു വരുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നാസയുടെ ആസ്ട്രോനട്ട് പദവിയിൽ നിന്നും വിരമിച്ച സുനിത വില്യംസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സുനിത വില്യംസ് ഒരു ആസ്ട്രോനട്ട് ആകുന്നത്? ആദ്യം US നേവൽ അക്കാഡമിയിലെ ഒരു സൈനിക പദവിയിലേക്ക് കടക്കുന്നു. പിന്നീട് ഹെലികോപ്റ്റർ പൈലറ്റ് ആകുന്നു. അവിടെ നിന്നും ഹെലികോപ്റ്റർ പൈലറ്റ് ഇൻസ്ട്രക്ടർ ആകുന്നു. പിന്നീട് 30-ലേറെ വിമാനങ്ങൾ പറത്തുകയും 1998 നാസയുടെ ആസ്ട്രോനട്ടായി മാറുകയും ചെയ്യുന്നു. 2024 ജൂൺ 5 വെറും 8 ദിവസത്തെ ബഹിരാകാശ യാത്രയ്ക്ക് പുറപ്പെട്ട സുനിത വില്യംസ് 286 ദിവസം പൂർത്തിയാക്കിയിട്ടാണ് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നത്. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അവർക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ടും തളരാതെ അവരുടെ വിൽ പവർ കൊണ്ടും ആത്മധൈര്യം കൊണ്ടും അവിടെ ചെലവഴിക്കുകയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെയുണ്ടാകും? അപ്പോൾ സുനിത വില്യംസ് അകപ്പെട്ടു പോയത് ബഹിരാകാശത്താണ്, ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരിടത്ത്. അവിടെയാണ് 200-ലധികം ദിവസങ്ങൾ അവർ കടന്നുപോയത്. മനോധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെ മറികടക്കാമെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നാളെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.